നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് കൂട്ടുപുഴ വഴി നമ്മൾ കൊടക് വരെ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ കഴിഞ്ഞ വ്ളോഗ് ഉണ്ടല്ലോ, നമ്മൾ മൃദംഗ ശൈലേശ്വരിൽ നിന്ന് ഞാൻ ഇവിടെ പോയത് ഉരുളിമലയിൽ പോയത്. അപ്പോൾ അതിനുശേഷം ഒന്ന് ഫാമിലി പറഞ്ഞു, ഒന്ന് നമുക്ക് മോനൊക്കെ പറഞ്ഞു ഒന്ന് നമുക്ക് കൊടക് വരെ ഒന്ന് പോകാം. ഞാൻ വിചാരിച്ചു അവരും കൂട്ടിൻ്റെ ഔട്ടിങ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പൂൻ്റെ പീടിയാന്ന് പറയും. കൂട്ടുപുഴ കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്ക്, ഇങ്ങോട്ടേക്ക് മൈസൂർ വണ്ടികൾ വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. അങ്ങോട്ട് നമ്മൾ തലശ്ശേരിയിൽ നിന്ന് വരുന്ന ഭാഗം. അപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, നമ്മളെ സുമേഷ് ഏട്ടൻ എന്ന് പറയും. ഇതാണ് സുമേഷ് ഏട്ടൻ. സുമേഷ് ഏട്ടൻ ഇരിട്ടിയാണ് വീട്, പുന്നാട്. സ്ക്രിപ്റ്റ് റൈറ്ററാണ്. എൻ്റെ ഫിലിമിൻ്റെ കുറേ സ്ക്രിപ്റ്റ് ചെയ്ത ഒരു ഏട്ടനാണ്. അപ്പോൾ അവരോട് ഞാൻ വിളിച്ച് അവർ വരാമെന്ന് പറഞ്ഞു. സുമേഷ് ഏട്ടാ പോലെ അതെ അതിലും ഇതാ ഓക്കെ. അപ്പോൾ നമ്മൾ കൂട്ടുപുഴയിൽ നിന്ന് മാക്കൂട്ടം ചുരം കയറുന്നതാണ്. പക്ഷേ അവിടെ അമ്മൂൻ്റെ പീടിയാന്ന് പറഞ്ഞ പീടി എത്തുന്നവരെ റോഡ് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. വളരെ മോശമാണ്, ഭയങ്കര മോശം. ഇപ്പോൾ അടുത്ത് 24 ന്യൂസിലെല്ലാം വന്ന് കണ്ടില്ല ആ മോശം കുറിച്ച്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഉടനെ റോഡ് ഒന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. വീതിയെല്ലാം ആക്കിയിട്ടുണ്ട് റോഡ്. അല്ല സുമേഷ്, വീതിയില്ലേ ഇപ്പോൾ? അത് വീതിയുണ്ട്. അന്ന് നമ്മൾ ആദ്യം ബാംഗ്ലൂരൊക്കെ പോകുന്ന സമയത്ത് ഞാനൊരു പ്രാവശ്യം നിങ്ങൾക്ക് ഇതുവഴി തന്നെ ഒരു നമ്മുടെ തലക്കാവേരി പോകുമ്പോൾ ഇതുവഴിയാണ് പോയത്. അന്ന് റോഡെല്ലാം വീതി കുറവായിരുന്നു. ഇപ്പം നോക്കിയാൽ ഈ ഭാഗത്ത് റോഡ് വീതിയെല്ലാം ആക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം റോഡ് നല്ലതും കൂടിയാണ്. വീതിയാക്കിയ റോഡ് നല്ലതുമാണ്. മഴ കാരണം പൊട്ടിപ്പൊളിഞ്ഞിട്ടൊന്നുമില്ല. മേലുള്ള തുള്ളിനാ അപ്പൊ നമ്മളിപ്പോ കണ്ടത് മെതിയടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് ഹനുമാൻ ക്ഷേത്രമാണ്. നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുന്ന സമയത്തൊക്കെ എപ്പോൾ നോക്കിയാലും ബസ്സുകളൊക്കെ പോകുമ്പോൾ അവിടെ നിർത്തിയിട്ട് ഭണ്ണാരത്തിൽ പൈസ ഇടുന്ന കാണാം. എപ്പോഴും അവിടെ നിർത്തുമ്പോൾ തന്നെ മങ്കീസിനെ കണ്ടു. ഞാൻ പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി പിന്നോട്ടാക്കിയിട്ട് വീഡിയോ പോകുമ്പോൾ എടുക്കാൻ നോക്കിയത്. വണ്ടി നിർത്തിയ ഉടനെ വണ്ടിൻ്റെ മുകളിൽ കയറിയിട്ട് മങ്കീസ് കയറി. കണ്ടിട്ട് നിങ്ങൾ നമുക്കിനി 12 കിലോമീറ്ററാണ് പോകാനുള്ളത്. ഇനി ഇവിടെ എത്തുമ്പോൾ ഒരു ലേക്ക് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ മുമ്പേ കാണിച്ചു തന്നിരുന്നു, എന്നാലും കാണിക്കാം. ഇപ്പം എങ്ങനെയാണെന്ന്. ഇപ്പം റോഡിൽ നല്ല റോഡാണ്. പിന്നെ നമുക്ക് ഇരിട്ടിയിൽ നിന്ന് വീരാജ്പേട്ടയിലേക്ക് പോകേണ്ട കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 40 കിലോമീറ്ററാണ്. നമ്മളെ ചുരം, അതായത് നമ്മുടെ അമ്പൂൻ്റെ പീടിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ചുരം കയറി പോകാനുള്ളത് എനിക്ക് തോന്നുന്നു ഏകദേശം 30 കിലോമീറ്റർ 32 കിലോമീറ്ററേ ഉണ്ടാവുള്ളൂ. അത് മൊത്തം ഇങ്ങനത്തെ റോഡാണ്, ഇതേപോലത്തെ റോഡാണ്. ഇങ്ങോട്ടൊന്നും അധികം വീതിയൊന്നും ആക്കിയിട്ടില്ല. തുടക്കത്തിൽ മാത്രമേ വീതി ആക്കിയില്ല, ബാക്കിയെല്ലാം റോഡ് അതേപോലെ തന്നെയാണുള്ളത്. റോഡിൻ്റെ ദയനീയ അവസ്ഥ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ്. ഒരു 10-15 to 20 കിലോമീറ്ററോളം നല്ല റോഡുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് മുകളിൽ ടോപ്പിൽ എത്താനാകുമ്പോഴത്തേക്ക്, ഒരു ലേക്കിൻ്റെ അടുത്ത് എത്താനാകുമ്പോഴത്തേക്ക് റോഡ് ഒക്കെ എന്ന് പറയാം, ഞാൻ പറഞ്ഞില്ലേ കൂട്ടുപുഴയിൽ കഴിഞ്ഞ് നമ്മൾ ബോർഡറിൽ കയറിയ ഉടനെ ഇങ്ങനത്തെ കുറച്ച് മോശം റോഡ് ഉണ്ടായിരുന്നു. അത് നേരത്തെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതേപോലെയായിരുന്നു റോഡ്. അതേ അവസ്ഥ തന്നെയാണ് ഇത് എവിടെയുള്ളത്. നമുക്കൊന്നും പണി നടക്കുന്ന പോലും ഇല്ല. ഇതാ ഞാൻ പറയും, ഇതിന് ഇപ്പം അടുത്ത് 24 കാണിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ. ലേക്ക് കണ്ട് നിർത്തിയതാ. ഇവിടെ നിന്നും വ്യൂ കാണാനേ പറ്റുന്നില്ല. ഇവിടെ നിന്ന് വേലി വെച്ച് കെട്ടിയിട്ടുണ്ട്, വേണ്ട കാണുന്നില്ലേ. അപ്പം മുമ്പ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള മഴയുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് ഇത് ഓവർഫ്ലോ ആയിട്ട് ഇങ്ങോട്ടേക്കെല്ലാം വെള്ളം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് അത്ര ഇങ്ങനെ ഇവിടെ കെട്ടി വെച്ചിരുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നോക്കിയാ ഇവിടെ നല്ലൊരു മലനിരകളൊക്കെ ഉണ്ട്, നല്ല രസമാണ്. ഓക്കെ, ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. ഇവിടെ നിർത്താൻ പാടില്ല, അത്ര നോ പാർക്കിംഗ് ബോർഡ് ഉണ്ട്. എന്താ നമ്മളതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല, ഞാൻ പോട്ടെ. ഇതാണ് ലേക്ക് വ്യൂ ഹോട്ടൽ എന്ന് പറയുന്ന സ്ഥലം.
ഇവിടെയാണ് നമ്മൾ രാത്രി കാലങ്ങളിൽ ബസ്സെല്ലാം വന്നിട്ട് നിർത്തി നമുക്കെല്ലാം ചായ കുടിക്കാനുള്ള സൗകര്യം തരുന്ന സ്ഥലം ഇതാണ്. ഓക്കെ, ഇവിടെയും ഇപ്പം വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോകാനുള്ള വഴി പോലും ഇല്ലാതായി. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ എന്താ പറയുക ചുരം കഴിയുന്നത്. ഇവിടെ ബോർഡുണ്ട്, വിരാജ്പേട്ട 6, മടിക്കേരി 36, ഗോണിക്കുപ്പ 18, മൈസൂർ 112. ഇവിടെ വേറെ ഒരു റിസോർട്ടും കൂടിയുണ്ട്, കൂർഗ് ഗേറ്റ് എന്ന് പറയും. ഇതാ ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് പോയിക്കൂടെ? അല്ലേ, ഇങ്ങോട്ട് പേട്ടക്ക് പോവാം. അപ്പോൾ ഇത്ര നേരം റോഡിൻ്റെ ശോചനീയ അവസ്ഥയൊക്കെ പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അറിയാമല്ലോ. താൽക്കാലികം ഒന്ന് വരുന്ന സമയത്തൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാണ്, ഇപ്പോൾ നിങ്ങൾ ഇനി കാണും, അതാണ് ആ വ്യൂ ആണ് നമ്മളെ കൊടകിൻ്റെ ഡിസ്ട്രിക്റ്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. കാടും ഇതൊക്കെ ആയിട്ടുള്ള നമ്മളിപ്പോൾ പോകുന്നത് മടിക്കേരി റൂട്ടിലേക്കാണ് പോകുന്നത്. നേർക്ക് പോയി കഴിഞ്ഞാലാണ് ഗോണിക്കുപ്പ എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോൾ ഇങ്ങോട്ട് ഞാൻ ആദ്യമായിട്ടല്ല അല്ലേ, കഴിഞ്ഞ പ്രാവശ്യത്തെ വ്ലോഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. കൊടക് ഡിസ്ട്രിക്റ്റിലെ വിരാജ്പേട്ട എന്ന് പറഞ്ഞ ടൗണിലേക്ക് നമ്മൾ പോയി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ കാണിച്ച ഒരു ഹോട്ടൽസിൻ്റെ ഒക്കെ ഭാഗം കാണിച്ചില്ലേ, ആ ചെക്ക് പോസ്റ്റ്. അവിടെ നിന്ന് നേർക്ക് പോയാൽ ഗോണിക്കുപ്പ, ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മടിക്കേരി, അതേപോലെ വിരാജ്പേട്ട. വിരാജ്പേട്ടിൽ നിന്ന് തന്നെ ഗോണിക്കുപ്പയിലേക്ക് പോകേണ്ട വഴിയുണ്ട്. ഞാൻ വിരാജ്പേട്ടിൽ നിന്ന് ഞാൻ ഇനി റൈറ്റ് എടുത്ത് ഗോണിക്കുപ്പയിലേക്ക് പോകും. നോക്കിയിട്ട് വിരാജ്പേട്ട ടൗണാണ് ഈ കാണുന്നത്. ടൗണിനടുത്ത് ഒരു മലയുടെ ഭാഗങ്ങൾ വെച്ച് എന്തൊരു സൗന്ദര്യ രസമാണ് നോക്കിയിട്ട്. ഞാൻ മുമ്പേ തലക്കാപ്പറ്റി പോകുമ്പോൾ ഇതിൻ്റെ മാത്രം ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പേ ഇട്ടിട്ടുണ്ട്. ഇതിലെ കൂടി വരുന്ന സമയത്ത് ഒന്നും കൂടി എടുത്തു. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊടക് ഡിസ്ട്രിക്റ്റ് ആണ്, കൂർഗ് എന്നും പറയും. ഇങ്ങോട്ട് ബസ് സ്റ്റാൻഡ്, ഇത് ബസ് സ്റ്റാൻഡ്. നമുക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് തന്നെ പോകേണ്ടി വരും അല്ലേ, ഗോണിക്കുപ്പ. നമുക്ക് ഇങ്ങോട്ട് പോയി ചോദിച്ചിട്ട് പോവാം. ചിലപ്പോൾ ഇങ്ങനെ തന്നെ പോകേണ്ടി വരാം. ഇതാണ് മടിക്കേരി, അല്ല സോറി, വിരാജ്പേട്ട ബസ് സ്റ്റാൻഡ് ഇതാണ്. ഗോണിക്കുപ്പ ഒക്കെ പോകുന്ന വഴിയാണ്, വിരാജ്പേട്ടിൽ നിന്ന് ഗോണിക്കുപ്പക്ക് പോകുന്ന വഴി തന്നെ. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നല്ല റോഡൊക്കെ കാണുന്നുണ്ടേ, നല്ല റോഡായിട്ടാ. അങ്ങനെ നമ്മൾ ഗോണിക്കുപ്പ റൂട്ടിലേക്ക് കയറി കേട്ടോ. ഇവിടെ നിന്ന് റൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട വഴിയാണ് ഇത്. മൈസൂർ ഗോണിക്കുപ്പ റോഡ്, വിരാജ്പേട്ടയിൽ നിന്ന് വന്ന് കയറി അവിടെ നിന്ന് റൈറ്റിൽ പോയി കഴിഞ്ഞാലാണ് ഇനി നമുക്ക് പോകേണ്ടത്. നമ്മളിപ്പോൾ ഒന്ന് ഗോണിക്കുപ്പ ടൗൺ കൂടി കാണിച്ച് തിരിച്ച് കേരളത്തിലേക്ക് പോകും. ഇപ്പം നമുക്കൊരു അടിപൊളി പണി കിട്ടി, ടയർ പഞ്ചറായി പോയി. അതിന് ശേഷം നമ്മൾ ഗോണിക്കുപ്പ ടൗണിലേക്ക് പോവുകയാണേ. ഇതിന് 3-4 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ ഗോണിക്കുപ്പ, 5 കിലോമീറ്റർ. ഇതാ ആ കാണുന്ന കാറിലെ ആളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്, ഒരു വയസ്സായ ഒരാൾ, നല്ലൊരാളാണ് ആക്ച്വലി. അപ്പോൾ അവർ നമുക്ക് പിന്നാലെ വരാൻ പറഞ്ഞു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടയറിൻ്റെ കട എവിടെയാണെന്നുള്ളത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നേ. ഇപ്പം ഗോണിക്കുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മൾ എയറെല്ലാം ചെക്ക് ചെയ്ത് അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല ഗംഭീര മഴയായിട്ട്, ഒരു രക്ഷയില്ലാത്ത മഴയാണ് വന്നിട്ടുള്ളത്. ഇനി പുറത്തിറങ്ങാൻ പോലും പറ്റത്തില്ല. ഗോണിക്കുപ്പ ടൗണിലേക്ക് വരുന്നതിൻ്റെ ഒരു 1.5 കിലോമീറ്റർ അത്രേ കാണുള്ളൂ. ഗോണിക്കുപ്പ ടൗൺ കേട്ടോ. ഗോണിക്കുപ്പ ടൗണിലേക്ക് എൻ്ററായി. അങ്ങനെ ഗോണിക്കുപ്പ ടൗണിലെത്തി കേട്ടോ. നല്ല മഴയാണ്, ഗംഭീര മഴ, ഇടിയുണ്ട് കേട്ടോ. അമ്മ പറഞ്ഞതാണേ. ബസ് സ്റ്റാൻഡ്
മൈസൂരേക്ക് റോഡ്. ഇനി ഞാൻ എന്താ ഇവിടുന്ന് റൈറ്റ് എടുക്കുന്നത് കണ്ടോ. ഈ റൈറ്റ് എടുക്കുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനന്തവാടി കുട്ട റോഡാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, ഞാനൊന്ന് വെറുതെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ഇങ്ങോട്ട് താഴെ ഇറക്കിയതാണ്. ഇതാണ് മാനന്തവാടി കുട്ട റോഡ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്ററോളം കാണും മാനന്തവാടിക്ക്. നമ്മൾ എന്താ പറയുക, ഇരിട്ടിയല്ല കൂട്ടുപുഴ മുതൽ നമ്മൾ വിരാജ്പേട്ട ഗോണിക്കുപ്പ വരെയുള്ള ഒരു ചെറിയൊരു വീഡിയോ. ടയർ പഞ്ചറിലായി അങ്ങനത്തെ ഒരു അനുഭവം എല്ലാം ഉണ്ടായി. അപ്പോൾ ഏതായാലും നല്ല രസമുള്ളൊരു വീഡിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. നല്ലൊരു വീഡിയോ വെച്ച് വീണ്ടും കാണാം. താങ്ക് യു.